ഹായ് ഹലോ വെൽക്കം മൈ ചാനൽ ആമിന വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എനിക്കിന്ന് പ്രധാന ഒരു വിഷയം പറയാനുണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര എല്ലാവരും വിഷമിച്ച ഒരു വിഷയമായിട്ടുണ്ടായിരുന്നു. എൻ്റെ വിഷയത്തിൽ എല്ലാവരും പേടിപ്പിച്ചിട്ട് കളഞ്ഞ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം, കണ്ടിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായിന് ഗൈസ്. ഞാൻ എപ്പോഴും രാവിലെ ഉമ്മാൻ്റെ കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മാക്ക് ബെഡിൽ നിന്ന് എണിച്ചിട്ട് നടക്കാനും പിന്നെ എടുക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, ഇരിക്കുന്നതെന്ന് മാത്രമല്ല തണിച്ച് നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും എല്ലാ ദിവസവും വരുന്ന പോലെ തന്നെ ഉമ്മാൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പതിവ് പോലെ ഞാൻ അലക്കാൻ വന്നതാണ്. അലക്കാൻ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ പോകുന്നുണ്ടെങ്കിലും എങ്ങോട്ട് തിരിഞ്ഞുണ്ടെങ്കിലും ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഇന്നത്തെ നാളെ എൻ്റെ കയ്യിൽ ഫോണുണ്ടായിട്ടില്ല. പിന്നെ ഫോണില്ലാത്ത കാരണമോ ഞാൻ എന്താക്കി, ഫോണ് പരൽ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ടായിന്. ഞാൻ ഉമ്മാനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് എടുത്തിട്ട് അലക്കാൻ വരുമ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ അലക്കിയിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഉമ്മ എന്ത് പണി ചെയ്തറിയാം, കുറേ സമയം എന്നെ കാണാതിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ വെല്ലമെങ്കിലും എനിക്ക് കേൾക്കല. അങ്ങനെ പൈപ്പിൻ്റെ വെള്ളവും പിന്നെ അലക്കുന്ന ശബ്ദം എല്ലാം കേൾക്കുമ്പോൾ ഫോണിൽ വെല്ലാം കേൾക്കല. അപ്പോൾ ഉമ്മ എന്താക്കി, എന്നെ കാണാതിരിക്കുമ്പോഴത്തേക്ക് ഫോൺ എടുത്തിട്ട് ആരെ നമ്പർ എന്ന് പറഞ്ഞിട്ടില്ല ഉമ്മ വിളിച്ചത്. ഞാൻ ഉമ്മക്ക് നല്ല കണ്ണൊന്നും കാണുന്നില്ല. ഫോൺ എടുത്തിട്ട് വിളിച്ചത് അനിയത്തിൻ്റെ മോനിക്കായി. അനിയത്തിൻ്റെ മോനോട് ഫോൺ എടുത്തിട്ട് അമ്മക്ക് ചോദിച്ച്, മൂത്തമ്മയുടെ വന്നിന മോനെ അവിടെ കാണുന്നില്ല. അനിയത്തിൻ്റെ മോന് പേടിച്ചായി. മൂത്തമ്മ വന്നിനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയായി. ഓൻ എൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴേക്കും എൻ്റെ ഫോൺ എടുക്കുന്നില്ല. അത് കാണുമ്പോഴത്തേക്കും എനിക്ക് പേടിയായി. അപ്പോൾ ഓൻ എന്താക്കി, ആങ്ങൾക്ക് വിളിച്ച്. അല്ല, ആങ്ങൾ കച്ചവടത്തിന് പോകുന്നതല്ല, അത്തറിൻ്റെ അല്ല കച്ചവടം. ആങ്ങൾക്ക് ഫോൺ വിളിച്ചിട്ടാകുമ്പോഴത്തേക്ക് ആങ്ങൾ എൻ്റെ ഫോണിലേക്ക് ഒന്ന് രണ്ട് മിസ് കോൾ വന്നിട്ട് എനിക്ക് കേട്ടില്ല. പിന്നെ ഞാൻ അലക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ തുണി വിരിക്കാൻ വേണ്ടിയിട്ട്, തുണി ആർത്തിടാൻ വേണ്ടിയിട്ട്, നമ്മളെ ഭാഷയിൽ തുണി ആർത്തിടുന്നതാണ്. പിന്നെ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വരുമ്പോൾ അവർക്ക് ഫോണിൻ്റെ ബെല്ലാന്നുണ്ട്. വേഗം വന്നിട്ട് ഫോൺ എടുക്കുമ്പോൾ അങ്ങനെയാണ്. എന്നിപ്പോൾ ഓനിങ്ങനെ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്നോട് ചോദിക്കും, നീ എവിടെ പോയിട്ടുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, അവിടെ അലക്കുന്നുണ്ടായിരുന്നടാ. എന്നോട് പറഞ്ഞ്, പിന്നെ നിൻ്റെ ഫോണിലേക്ക് കുറേ വിളിച്ചെടുക്കുന്നില്ല. ഞാനൊന്നത് പേടിച്ച്. പിന്നെ സിദ്ദീഖ് വിളിച്ചിട്ട് എന്നോട് ഫോൺ എടുക്കുന്നില്ല, അവിടെ മൂത്തമ്മ ഇല്ലാന്ന് മാമ വിളിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കെന്നെ വേദന. ഞാൻ പറഞ്ഞ്, പിന്നീട് ഞാൻ എടുത്ത് പോയിട്ടില്ല അവിടുന്ന്. പിന്നെ ഞാനിവിടെ അലക്കുന്നുണ്ടായിരുന്നു. ഈ ഉള്ളിൽ വന്നിട്ട് സംഭവം അറിയുമ്പോഴേക്കാണ് ഉമ്മ എന്താക്കിന്, ഫോൺ എടുത്തിട്ട് അനിയത്തിൻ്റെ മോനിക്ക് വിളിച്ചിട്ട് എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ എൻ്റെ മുറ്റത്തിന് കര തന്നെയാണ് നിൽക്കുന്നുള്ളത്. പക്ഷേ ഞാൻ ഫോൺ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് എനിക്ക് ഫോൺ വല്ലാതെ അറിഞ്ഞില്ല. അലക്കുന്നതും പിന്നെ പൈപ്പിൻ്റെ എല്ലാം സൗണ്ടിന് എനിക്ക് ഫോൺ വല്ലാതെ അറിയാത്ത കാരണമാണ് അങ്ങനെ ഇപ്പോൾ എല്ലാവരും പേടിപ്പിച്ചിട്ട് കളഞ്ഞ്. യോനെന്താക്കി, എനിക്ക് വിളിച്ചിട്ട് കിട്ടാത്ത സമയത്ത് എനിക്ക് വിളിച്ചിട്ട് കിട്ടാതെ ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് അയക്കുടിയിൽ വിളിച്ചിട്ട് അപ്പുറത്തെ പുരയിൽ വിളിച്ച് ചോദിച്ചിനല്ലോ ആമിനോടെ വന്നിട്ടുണ്ടാകുന്നു. അപ്പോൾ അവർക്ക് പേടി, അവർ ഉണ്ടായിട്ടില്ല പുരയിലുണ്ടായ എപ്പോഴും രാവിലെ വരുന്നു ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ എപ്പോഴും രാവിലെ വന്നിട്ട് ഉമ്മനോടെല്ലാം മുണ്ടിയിട്ട് വിഷം പറഞ്ഞിട്ടല്ല പോകുന്നത്. അപ്പോൾ ഒരു പുരയിലുണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ പിടിക്കുന്നുണ്ട്, നീ എവിടെ പോയിട്ടുണ്ടായിന്, പിന്നെ നിനക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്തായി എന്ന് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ പോയിട്ടൊന്നുമില്ല, അത് ഉമ്മ ചെയ്ത പണിയാണ്. ഉമ്മക്ക് ബെഡിൽ നിന്ന് എണിച്ചിട്ട് ഇങ്ങോട്ട് വരാനൊന്നും പറ്റുന്നില്ല. അപ്പം എന്നെ കാണുന്നില്ല, അങ്ങ് നോക്കാൻ വരാനൊന്നും പറ്റില്ലല്ലോ, ബെഡിൽ അവിടെ നിന്നല്ല ഉള്ളത്. അപ്പോൾ ഉമ്മ എന്നെ കാണാതിരിക്കുമ്പോഴത്തേക്ക് ഉമ്മ എന്തോ ഫോൺ എടുത്തിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അനിയത്തിൻ്റെ മോനിക്ക് വിളിച്ചിട്ടാകുമ്പോഴത്തേക്ക് ഓന് ഫോൺ എടുത്തിട്ടാകുമ്പോൾ ഓനോട് ചോദിച്ചത് അങ്ങനെ, മൂത്തമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടോ, ഇവിടെ കാണുന്നില്ല എന്ന്. ആകെ പേടിച്ച അവസ്ഥയിലായിപ്പോയി. അങ്ങനെയാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ അവസ്ഥ. എനിക്കിന്ന് എന്നൊരു മൂടില്ലാത്ത ആയിപ്പോയി ഇന്ന്. അപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെന്ത് വിശേഷമല്ലോ, എല്ലാവർക്കും സുഖമല്ല. ഇന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ലൈവ് ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ലൈവ് ഉണ്ടാവില്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഒരു പണിയെല്ലാം ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഉമ്മക്ക് ഭക്ഷണവും മരുന്നും ഇതെല്ലാം കഴിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഞാനവിടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ നോക്കേണ്ടി വരുന്നു. ലൈവിൽ വന്നെങ്കിൽ ഞാൻ എണിച്ചിട്ട് പോകുന്നതാണെന്നില്ല. ലൈവിൽ വന്നെങ്കിൽ തന്നെ എണിച്ചിട്ട് പോകേണ്ടി വരുന്നുണ്ട്. അതുപോലത്തെ അവസ്ഥയാണ്. പിന്നെ ഇന്നത്തെ വൈറലായ അവസ്ഥ, ഞാൻ അമിനാനെ കാണുന്നില്ല എന്ന്. എന്തൊരവസ്ഥ പറഞ്ഞ് മനസ്സിലാവാൻ ആക്കും. അങ്ങനത്തെ ഒരു അതിന്. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിച്ചു, എന്നെ ഒരു ഇച്ചിരി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ ഫോൺ വിളിച്ചെന്നില്ല എന്നെ എടുത്തിട്ട്. ഉമ്മക്ക് അത്ര തലക്കൊന്നും പോകാത്തൊരവസ്ഥയാണ്. അപ്പോൾ അനിയത്തിൻ്റെ മുൻക്ക് അത്ര തലക്ക് പോയിട്ടില്ല. അത് മാമ ഇങ്ങനെ വിളിക്കുന്നതല്ല, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. മുട്ടുമാന അത്ര തലക്ക് പോയിട്ട് അവനെന്തോ മേടിച്ചിട്ട് എനിക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ആങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മൂത്തമ്മാനെ കാണുന്നില്ലല്ലോ എന്ന്. അത് ഇടിയ പാട്ടായി. ഭയങ്കര സംഭവമാണ് ഞാൻ ഇന്ന്. അങ്ങനെയാണ് ഗൈസ്. പിന്നെ വേറെ എന്ത് വിശേഷമല്ല എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയാൽ നമുക്ക്.
അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് സ്കിറ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല. സ്കിറ്റ് വീഡിയോ എടുക്കുമ്പോൾ ഓരോരോ ഡ്രസ്സ് മാറിയിട്ടും ഓരോരോ വീഡിയോസും ഇങ്ങനെ എടുക്കണം. പിന്നെ എഡിറ്റ് ആക്കാൻ കുറേ സമയം വേണ്ടി വരുന്നു. അപ്പോൾ എഡിറ്റ് ആക്കാനും പറ്റുന്നില്ല. അങ്ങനെ അന്ന് ഞാൻ കിട്ടുന്ന സമയത്ത് ലൈവിലായിട്ട് ഞാൻ വരുന്നത്, വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ലൈവിൽ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ലൈവ് കണ്ടെങ്കിൽ ലൈവ് കണ്ടെങ്കിലും വീഡിയോ ഒന്ന് കൊണ്ടുപോയിട്ട് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരിലേക്ക് എത്തിക്കണം. അതാണ് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.